ഹലോ എവരിവൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. സാധാരണ ഒരു ജർമ്മൻ പ്രീമിയം കാർ വാങ്ങുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അതിലെന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. സാധാരണ ആൾക്കാരെല്ലാവരും ചെയ്യുന്നത് അതൊരു ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയി അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്, മജോറിറ്റി ഓഫ് ആൾക്കാർ. അപ്പോൾ അതിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഓയിൽ ചേഞ്ച് എല്ലാ വണ്ടികൾക്കും റിലേറ്റീവ്ലി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മജോറിറ്റി ആൾക്കാരും അത് ഓതറൈസ് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് അവിടെ അവർ ഭീമമായ ഒരു എമൗണ്ട് ചാർജ് ചെയ്താണ് ചെയ്യുന്നത്. ഒരു ഓയിൽ നമ്മൾ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ തന്നെ വാങ്ങി അവരെ അടുത്ത് തന്നെ അത് ചേഞ്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ടാണ് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികൾക്കും ചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സംഭവം നമുക്ക് തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമൊന്നും അല്ല എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇന്ന് ഞാൻ നമ്മുടെ BMW 5 സീരീസിൻ്റെ ഓയിൽ ഫിൽറ്റർ ഞാൻ തന്നെ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ ആണ് പോകുന്നത്. അവിടെ അവരുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും എനിക്ക് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ പോയി അവരുടെ എല്ലാ ഒഫീഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് പ്രോപ്പർലി ശരിക്കും ഒരു സർവീസ് സെൻറ്ററിൽ എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനിന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓയിലും ചേഞ്ച് ചെയ്യും, ഫിൽറ്ററും ചേഞ്ച് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന ഓയിൽ BMWൻ്റെ ഒറിജിനൽ ഓയിൽ തന്നെ ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. അപ്പോൾ ശരിക്കും പ്രോപ്പർലി BMWയിൽ കൊടുത്ത് ഞാൻ ചെയ്താൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, അത്ര വലിയ മലമറിക്കുന്ന പണിയൊന്നും ഇതിൻ്റെ അതില്ല. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പുള്ളിക്കാരന് ഇതുപോലെ തന്നെ കുറച്ച് DIY കാര്യങ്ങളൊക്കെ അറിയാവുന്നതും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളൊക്കെയാണ്. അപ്പോൾ അവനെ അങ്ങനെ കൂട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവനും എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടി ഒരുത്തനെ കൂട്ടിയാണ് ഞാൻ പോകുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില സമയങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇത്രയും വില കൂടിയ വണ്ടിയാണ്, ഇത്രയും വില കൂടിയ വണ്ടിയിൽ ഇത് പോയി തന്നെത്താനെ ചെയ്ത് കുളമായി കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റിപ്പയറുകളായിരിക്കും അതിന് പിന്നീട് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി വേണ്ടതൊരു ധൈര്യമാണ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതൊന്നും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമില്ല. ആ ധൈര്യം ഒന്ന് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരാളെ കൂടെ കൊണ്ടുപോകുന്നത്. ആ ഫ്രണ്ടിൻ്റെ ബെൻസ് C250 ആണ് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വണ്ടി നല്ല ചെളിയിൽ കുളിച്ചാണ് കിടക്കണേ. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ പോകാനുള്ളത് കൊണ്ട് നമ്മൾ കഴുകേണ്ടൊന്നും ആവശ്യമില്ല. നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് വർക്ക്ഷോപ്പിലെത്തി ആസ് യൂഷ്വൽ എൻജിൻ കവർ മാറ്റാൻ, അതിൻ്റെ കൂടെ തന്നെ എൻജിൻ ഓയിൽ ഒഴിക്കാനുള്ള ക്യാപ്പും കൂടെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, പക്ഷേ അതും കൂടി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാവുള്ളൂ. എന്നാലാണ് മുകളിൽ നിന്ന് എയർ കയറി നമുക്ക് താഴത്തേക്കുള്ള ഓയിൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് പോവുള്ളൂ. എനിക്ക് BMW വേണ്ടത് BMW ലോങ് ലൈഫ് 4 എന്ന് പറഞ്ഞ സാധനമാണ്. അതേ ഓയിലാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടി. ഒരു ടോർക്ക് റേഞ്ച് മാൻഡേറ്ററിയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. 25 Nm ആണ് എല്ലാവിധ സാധനങ്ങളും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓയിൽ ചേഞ്ച് റിലേറ്റഡ് സാധനങ്ങൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി BMW വേണ്ടത്. 25 Nm സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ലോക്കിലേക്ക് ഇട്ടാൽ ഇനി നമുക്ക് തിരിക്കാൻ പറ്റില്ല. 25 Nm സെറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 സോക്കറ്റ് ടൈപ്പും കൂടി ആവശ്യമുണ്ട്. 27 mm സോക്കറ്റ് ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാനും 17 mm സോക്കറ്റ് താഴെയുള്ള ഓയിൽ ഡ്രെയിൻ പ്ലഗ് റിമൂവ് ചെയ്യാനും. ഈ 2 സോക്കറ്റുകളും ഒരു ടോർക്ക് റേഞ്ച് മാത്രം മതി BMWൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ബേസിക്കലി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ആവശ്യമുള്ള ടൂളുകൾ. നമുക്ക് നേരെ അപ്പോൾ ഇതാണ് 27 mm സോക്കറ്റ്. നമ്മൾ നേരെ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാൻ വേണം. ഓയിൽ ഫിൽറ്റർ ഇരിക്കുന്നത് തന്നെ അകത്ത് അത്യാവശ്യം ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലത്താണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. ഓയിൽ ഫിൽറ്ററിൽ കുറച്ച് റിമൈനിങ് ഓയിലും കാര്യങ്ങളെല്ലാം കാണും. അതുകൊണ്ട് അതവിടെ മുഴുവൻ ചാടി കംപ്ലീറ്റ് മെസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തുണിയോ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഫിൽറ്റർ എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ മൊത്തം ഓയിൽ ചാടി വൃത്തികേടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പോയിൻ്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പിന്നെ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് അതാണ് ചന്ദ്രനിൽ പോകണം അതിൽ നിൽക്കുന്നത് സേഫ്റ്റി, അല്ലെങ്കിൽ പിന്നെ കയ്യിൽ ഓയിലായി കഴിഞ്ഞാൽ അത് കഴുകി കളയാനുള്ള പാട്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ്. പിന്നെ കഴുകാനുള്ള പാടില്ല, മാത്രമല്ല ഓയിലൊക്കെ അകത്ത് നമ്മുടെ ബോഡിക്കകത്ത് പോയി കഴിഞ്ഞാലും കൊള്ളില്ലല്ലോ. അപ്പോൾ ഞാൻ ഓയിൽ ഫിൽറ്ററിന് ഒരു വൃത്തികെട്ട ബേൺഡ് സ്മെല്ലുണ്ട്. സ്മെല്ല് ആക്ച്വലി നോർമലാണ്. ഞാനിത് ഓയിൽ ഫിൽറ്ററൊക്കെ ഊരി നോക്കി തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ തുറന്ന് നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും മെറ്റൽ പാർട്സ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഒരു തവണയെങ്കിലും ഒന്ന് ഇൻ പേഴ്സൺ കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ എൻ്റെ ഓയിൽ ഫിൽറ്റർ മുഴുവൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തും ആക്ച്വലി നല്ല ക്ലീനാണ്, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അങ്ങനെ മെറ്റൽ പാർട്സ് ഒന്നും കാണാനില്ല. അപ്പോൾ എൻജിൻ ഹെൽത്ത് ആക്ച്വലി ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി സിമ്പിൾ പ്രോസസ്സാണ്, വെറുതെ വലിച്ചൂരി എടുക്കാവുന്ന കാര്യമാണ് ഓയിൽ ഫിൽറ്റർ. പിന്നെ ഈ ഓയിൽ ഫിൽറ്റർ എല്ലാ തവണ മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു റബ്ബർ റിങ്ങും കൂടി മാറാനുണ്ട്. അത് കംപ്ലീറ്റ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിങ്ങാണ്. അതുകൊണ്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ റിങ്ങും കിട്ടും. അതുകൊണ്ട് ഈ റിങ്ങ് മാറാൻ എല്ലാവരും ഓർക്കുക. സാധനം മറന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ സീലിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. ആ റിങ്ങ് പുതിയ റിങ്ങ് സിമ്പിളായിട്ട് ഇടാവുന്നേ ഉള്ളൂ. അതൊന്നും അത്ര വലിയൊരു
മലമറിക്കുന്ന പണിയൊന്നുമില്ല അതിൻ്റെ അകത്ത് ബേസിക്കലി. ഈ റിങ് ഇട്ടതിന് ശേഷം പഴയ ഓയിൽ ഒരു കുറച്ച് കയ്യിലെടുത്തിട്ട് ഈ റബ്ബർ റിങ്ങിൻ്റെ മുകളിൽ തേച്ച് വെക്കുന്നതും ആക്ച്വലി നല്ലതാണ്. അതിൻ്റെ സീലിംഗ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആയി പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇട്ട് മുറുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിടുക. അതിന് പഴയ ബാക്കി കിടക്കുന്ന ഓയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് തൂത്താൽ മതി. അതിൻ്റെ വേറെ ഒത്തിരി ഓയിൽ മുക്കിയിടേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല അത് ഇട്ടതിന് ശേഷം തൂക്കായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ തൂത്തതിന് ശേഷം ഇടാൻ പോയി കഴിഞ്ഞാൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ ഓയിൽ ഫിൽറ്റർ ഇടുക. അത് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്കാവും. ഓയിൽ ഫിൽറ്റർ ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റ് ഒരു പൊസിഷനുണ്ട്. ഒരു ചെറിയ 2 ഹോളുകളുണ്ട്. ആ 2 ഹോൾസ് തമ്മിൽ അലൈൻ ചെയ്ത് വെച്ചാലാണ് ഓയിൽ ഫിൽറ്റർ കറക്റ്റ് പൊസിഷനിലിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് ഇറക്കി വയ്ക്കുക, ആദ്യമേ കൈകൊണ്ട് ടൈറ്റ് ചെയ്യുക, പിന്നെ ഒരു ടോർക്ക് റെഞ്ച് എടുത്ത് 25 ന്യൂട്ടൺ മീറ്ററിൽ ടൈറ്റ് ചെയ്യുക. അത് ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. അത് ആദ്യമേ തന്നെ അത് 25 ന്യൂട്ടൺ മീറ്റർ ആയി എന്നുള്ള ക്ലിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ പരിപാടി നിർത്തുക. ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫിൽറ്ററാണെങ്കിലും ശരി, താഴത്തെ ഓയിൽ ഡ്രെയിൻ പ്ലഗ് ആണെങ്കിലും ശരി, ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിരിവെട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഇനിയാണ് നമുക്ക് വണ്ടിയുടെ അടിയുള്ള പരിപാടികൾ തുടങ്ങുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഇതുപോലത്തെ ഒരു ലിഫ്റ്റ് ഉണ്ട് ഈ വർക്ക്ഷോപ്പിൽ. അപ്പോൾ ആ ലിഫ്റ്റ് നമ്മൾ കറക്റ്റ് വണ്ടിയുടെ എവിടെയാണോ വെക്കേണ്ടതെന്നുള്ളത് വണ്ടിയുടെ യൂസേഴ്സ് മാനുവൽ നോക്കുക. കാരണം വെയിറ്റ് എടുക്കാൻ പറ്റുന്ന 4 പോയിൻറ്റ്സാണ് എല്ലാ കാറുകൾക്കുള്ളത്. കറക്റ്റ് ആ 4 പോയിൻറ്റ്സിൽ മാത്രമേ ലിഫ്റ്റിൻ്റെ ആ ലെഗ്സ് വരാൻ പാടുള്ളൂ. നമ്മളല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പൊക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ചിലപ്പോൾ ഈ വെയിറ്റ് താങ്ങാനുള്ള അത്രയും സ്ട്രെങ്ത് ഉള്ള ബോഡി പാർട്സ് ആയിരിക്കില്ല. അവിടെ വെച്ച് നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ വണ്ടി മൊത്തം ചളക്കി കൂട്ടിയാൽ ലിഫ്റ്റ് അങ്ങ് പൊങ്ങിപ്പോവും, വണ്ടി അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് കറക്റ്റ് എവിടെയാണ് പൊസിഷൻ നോക്കുക. ഇത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എവിടെയാണോ ജാക്ക് പോയിൻറ്റ്സ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ആ ജാക്ക് പോയിൻറ്റ്സിൽ മാത്രം ലിഫ്റ്റിൻ്റെ ഈ ലെഗ്സ് പൊസിഷൻ ചെയ്യുക. അപ്പോൾ BMW ജാക്ക് പോയിൻറ്റ്സ് ഇപ്പോൾ കാണിച്ചു തരാം. അത് ആക്ച്വലി അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോമ്പണൻറ്റ് അവർ വെച്ചിട്ടുണ്ട്. അവിടെ ഈ കാണുന്ന ബ്ലാക്ക് കോമ്പണൻ്റാണ്. അവിടെയാണ് കറക്റ്റ് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉള്ളൂ. അതുകൊണ്ട് അവിടെ മാത്രം പൊസിഷൻ ചെയ്യുക. ഇത് ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കാനുള്ള ക്യാച്ച് ക്യാനാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഈ ലിഫ്റ്റ് യൂസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ വന്ന ഒരു വേറൊരു ചേട്ടൻ എന്നെ പോലെ തന്നെ ഇതുപോലെ ഹോബി വണ്ടി റിപ്പയർ ചെയ്യാൻ വന്ന ആളാണ്. ഇത് ആക്ച്വലി വർക്ക്ഷോപ്പിൻ്റെ ഓണറല്ല. പുള്ളിയോട് ചോദിച്ചു, പുള്ളി എനിക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൻ്റെ സേഫ്റ്റി മെക്കാനിസം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചു. ഒന്നുകൂടെ ഉറപ്പ് വരുത്തി പൊസിഷൻ കറക്റ്റാണെന്ന്. കാരണം പൊസിഷൻ കറക്റ്റ് അല്ല, അതുപോലെ ലെഗ്സ് തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ സേഫ്റ്റി ക്രിട്ടിക്കലാണ്. മാൻഡേറ്ററി ആയിട്ട് ഡബിളോ ട്രിപ്പിൾ ചെക്കൊക്കെ ചെയ്തിട്ട് മാത്രം വണ്ടി പൊക്കുക. നമുക്ക് അതിൻ്റെ അടിയിൽ നിൽക്കാനുള്ളതുമാണ്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതും അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസ് വെക്കാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വണ്ടി ഇങ്ങനെ പൊക്കി നിർത്തുമ്പോഴാണ് നമുക്ക് വണ്ടിയുടെ അടി ഒന്ന് ക്ലീനായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതുവരെ എൻ്റെ വണ്ടിയുടെ അടി ഇങ്ങനെ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ കിടന്നൊക്കെ നോക്കിയതല്ലാതെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊക്കി നിർത്തിയ സിറ്റുവേഷനിൽ ഞാൻ മൊത്തം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒറ്റയടിക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് അറിയാൻ കൗതുകം. ഡ്രെയിൻ പ്ലഗ് ഊരുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ അതിന് നമ്മൾ ടോർക്ക് റെഞ്ച് യൂസ് ചെയ്യണമെന്നില്ല. ഊരുമ്പോൾ നമുക്ക് ന്യൂട്ടൺ മീറ്റർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് യൂഷ്വൽ ഇതനുസരിച്ച് അത് ഊരാവുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ധൈര്യം ഉണ്ടായാൽ മതി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലൗസ് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ. നമുക്ക് കയ്യിൽ ഓയിലാവാതെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല ഒരു വണ്ടിയുടെ. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിൽ ഒരുപാടാവും. ഇത് കരി ഓയിലാണ്. ഇത് കയ്യിലായി കഴിഞ്ഞാൽ കഴുകാനും പാടാണ്. മാത്രമല്ല എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഗ്ലൗസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നിസ്സാരം വിലയുള്ളത് പോലത്തെ റബ്ബർ ഗ്ലൗസിന് അതിൻ്റെ അകത്ത് സേവ് ചെയ്തിരിക്കുക.
അപ്പോൾ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല കറുത്ത ഓയിലാണ് വരുന്നത്. ഇത് ഡീസൽ വണ്ടികൾക്ക് നോർമലാണ്. ഒരു 100 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ തന്നെ കറുത്ത നിറത്തിലാവും ഓയിൽ. അതുകൊണ്ട് ആ നിറം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ വരുന്നത് നല്ല സ്മൂത്തായിട്ടാണ് വരുന്നത്. ഓയിലിനൊട്ടും കട്ടി കൂടി അങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഹെൽത്തിയാണ് കണ്ടിട്ട്. ഓരോരോ ഡ്രോപ്പ് ഉണ്ട്. മാക്സിമം പഴയ ഓയിൽ അങ്ങോട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി പരിപാടി. കാരണം പിന്നെ ഇതാണ് ഓൾറെഡി ഉള്ള ഓൾറെഡി ഊരിയെടുത്ത ഇത് ഓരോ തെന്നിയിട്ടുണ്ടല്ലോ. അതിന് ഓരോണ മാറുമ്പോഴും അതും ഈ വാഷർ മാറണം, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. നമ്മൾ 1 മണിക്ക് അതിൻ്റെ കൂടെ വാങ്ങാൻ കിട്ടും, സാര വിലയുള്ളൂ. അതിൻ്റെ വാഷർ ഇടണം, ഇത് രണ്ടും ഇട്ടിട്ട്. ഇതും 25 ന്യൂട്ടൺ മീറ്ററാണ്. ആദ്യമേ ഹാൻഡ് ടൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 25 ന്യൂട്ടൺ മീറ്ററിൻ്റെ ഒരു ടോർക്ക് റെഞ്ച് എടുത്തിട്ട് 25 ന്യൂട്ടൺ മീറ്ററിൽ ടൈറ്റ് ചെയ്യുക. നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്താലും 25 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഫോഴ്സിൽ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇതിനുള്ളൂ. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പിരിവെട്ടി പോകാനോ ലീക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൾവേസ് 25 ന്യൂട്ടൺ മീറ്ററിൽ മാത്രം. നമുക്കൊന്നും അറിയില്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൈ കൊണ്ട് ടൈറ്റ് ചെയ്താലും 25 ന്യൂട്ടൺ മീറ്റർ എത്രയാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ടോർക്ക് റെഞ്ചുകൾ മാത്രം യൂസ് ചെയ്ത് 25 ന്യൂട്ടൺ മീറ്ററിൽ ടൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കഴിഞ്ഞു. 25 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമേ അതിനുള്ളൂ. ഇത് BMW ചെയ്യുന്ന ഏറ്റവും വലിയൊരു സൗകര്യമാണ്. ഇത് ഊരാൻ വേണ്ടി മാത്രം ഒരു ടച്ച് പണി വേണം, ബാക്കിയുള്ള വണ്ടികൾ എന്താ പറയുക, വളരെ ചെറിയ എഞ്ചിനീയറിംഗ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഇനി വണ്ടി താഴത്തേക്ക് കൊണ്ടുവരിക, ഫുൾ ലെവൽ സർഫസിൽ നിർത്തിയതിന് ശേഷം ഓയിൽ ടോപ്പ് ചെയ്യുക. ഇത്രയും പണിയും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ഇനി എന്താണെങ്കിലും ഇരുന്ന സസ്പെൻഷനൊക്കെ താഴ്ന്നു വരെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ BMW ഒറിജിനൽ ഓയിൽ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. BMW ബ്രാൻഡഡ് ഓയിൽ. ഇത് ആക്ച്വലി ഷെല്ലാണ് ഉണ്ടാക്കുന്നത്. BMW റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ 6 ലിറ്ററാണ് മേടിച്ചിരിക്കുന്നത്. 5 ലിറ്ററിൻ്റെയും 6 ലിറ്ററിൻ്റെ ഇടയ്ക്കാണ് ആവശ്യം വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആദ്യമേ ഒരു 5 ലിറ്റർ ഒഴിച്ചിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്തിട്ട് ബാക്കി ഒഴിക്കാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ബോട്ടിൽസ് 1 by 1 ഒഴിക്കാൻ പോവുകയാണ്. ഒരു 10 സെക്കൻഡ് റൺ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും ഓയിൽ ഫിൽറ്ററിൻ്റെ അകത്തും ബാക്കി ഓയിൽ പമ്പിലേക്കും ഒക്കെ ഓയിൽ പോകും. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും മെഷർ ചെയ്യേണ്ടത്. അതിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കി വരുമ്പോൾ മിന്നിൻ്റെ മാക്സിൻ്റെ ഇടയ്ക്ക് ഓയിലുണ്ടാവും. ഒരു 10 സെക്കൻഡ് മതി. എഞ്ചിൻ ഓയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്കലി ഇപ്പോൾ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പറയുന്നത് വണ്ടി ആക്ച്വലി തണുത്ത് കിടക്കുകയാണ്, നമുക്കിപ്പോൾ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിപ്സ്റ്റിക്ക് വെച്ച് മെഷർ ചെയ്യുന്നത് മാത്രമാണ് ഒരു ഓപ്ഷനുള്ളൂ. സ്റ്റാർട്ട് മെഷർമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. മിന്നിൻ്റെ അടുത്ത്. ഓക്കെ, ദിസ് മേക്ക് സെൻസ്. തുറന്നുണ്ടോ? മിന്നിൻ്റെ തൊട്ട് മുകളിൽ. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഒഴിക്കാം. ഒരു കുറച്ച് മില്ലി ലിറ്റർ കൂടെ ഒഴിച്ചാലാണ് കറക്റ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു വളരെ കുറച്ച് എമൗണ്ടും കൂടി ടോപ്പ് ചെയ്തു. ഇനി ഒന്നുകൂടെ മെഷർ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാടി നടത്താം. കാരണം നമ്മൾ ഇത്തിരി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ചാണ്. അതുകൊണ്ട് എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും. നമ്മൾ ഓയിൽ കൂടിയാലും എഞ്ചിനും കാറ്റലിറ്റിക് കൺവെർട്ടറിനും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒഴിച്ചു. കറക്റ്റ് വാല്യൂ ആണ് കാണുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഇത്രയും ഓയിലാണ് ഈ വണ്ടിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 6 ലിറ്ററിന് ആവശ്യമില്ല, ഒരു 5.5 ലിറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരിച്ച് അതിൻ്റെ അടപ്പൊക്കെ ഇട്ട് അടയ്ക്കുക, എഞ്ചിൻ കവറിട്ട് മൂടുക, പരിപാടികൾ മുഴുവൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു വണ്ടിയുടെ ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വലിയ മലമറിക്കുന്ന പണിയൊന്നുമല്ല, ചെയ്യാനുള്ളൊരു ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിത് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ
ഞാൻ ഇത് ടയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടായിരുന്നിട്ട് മാറുന്നതല്ല. ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ അറിയാം, എഞ്ചിൻ ഓയിൽ എൻ്റെ സർവീസ് റിക്വയർമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓയിൽ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത് 12,000 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത ഓയിൽ ചേഞ്ച് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഓൾറെഡി ഒരു 13,000 കിലോമീറ്റർ ആയി ഞാൻ ഓടിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ശരിക്കും ഒരു 12,000 കിലോമീറ്റർ കൂടെ പോകും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അത്രയും 25,000 കിലോമീറ്റർ ഒരു ഓയിലിൽ ഓടുന്ന അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രൊആക്റ്റീവായിട്ട് മിഡിൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഞാനിത് റീസെറ്റ് ചെയ്യാനും പോകുന്നില്ല, കാരണം വണ്ടി ഇതുവരെ അറിഞ്ഞിട്ടില്ല ഓയിൽ ചേഞ്ച് ചെയ്താലും. അപ്പോൾ ഇനി 12,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ സമയമെന്ന് വണ്ടി പറയും. അന്നേരം ഞാൻ BMW തന്നെ കൊടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഓയിൽ മെഷർ ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കണം. അത് കുറച്ച് നേരം ഒന്ന് ഓടിച്ചു. അപ്പോൾ മെഷർമെൻറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കട്ടെ. മെഷർ ചെയ്യുമ്പോൾ എഞ്ചിൻ RPM ഒരു ഇത്തിരി കൂടും. എന്നിട്ട് അതിങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടീനെ എനിക്ക് പ്രോപ്പർലി സ്പീഡിലൊക്കെ ഓടിക്കാൻ ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവാണ്. അത് കാരണമാണ് ഞാനിപ്പോൾ കുറച്ച് നേരം പതുക്കെയൊക്കെ ഓടിച്ചൊന്ന് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആയതിനു ശേഷം ഒന്നുകൂടെ ഡിജിറ്റലി മെഷർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഡിപ്സ്റ്റിക്ക് വെച്ച് നോക്കിയായിരുന്നു. എന്നാലും ഇതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് തോന്നി. കറക്റ്റ് മാക്സിൻ്റെ തൊട്ട് താഴെ ഇതാണ് എനിക്ക് വേണ്ട ഒരു ലെവല്. പെർഫെക്റ്റ്, കറക്റ്റ് വേണ്ട രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. അപ്പോൾ ഇനി എനിക്ക് സമാധാനമായിട്ട് വണ്ടി പിടിക്കുക. ഒരു സമാധാനമായിപ്പോൾ ഏതായാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. നമ്മളങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല ചെയ്യാൻ വേണ്ടി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് ചെയ്യാനുള്ള ഒരു ബേസിക് ധൈര്യം മാത്രം ആൾക്കാർക്ക് ഉണ്ടായാൽ മതി. പിന്നെ അതിന് ഇത് ചെയ്തതിന് ശേഷം വണ്ടിയിൽ അതിൻ്റെ ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽ കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും വളരെ സിമ്പിളാണ്. അതിൻ്റെ അകത്ത് ഞാനൊരു താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BMW ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്തത് റീസെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ മൊത്തം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്യണമെന്നോ ചെയ്യേണ്ടതെന്നോ ഞാൻ പറയില്ല. പക്ഷേ ഇതൊന്നും അങ്ങനെ പേടിക്കാനുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സേഫ്റ്റി ക്രിട്ടിക്കലായിട്ടുള്ള സാധനം ബ്രേക്കിലൊക്കെ നമ്മൾ പോയി മെനവണിയുന്ന ഇത്തിരി റിസ്ക് ആണ്, നമുക്ക് അറിയില്ലെങ്കിൽ. അല്ലാതെ ഇതുപോലത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ തനത്താനെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൺസിഡർ സബ്സ്ക്രൈബിങ്. എന്തൊക്കെയാണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.